ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. പുതുവർഷ ആഘോഷങ്ങൾ പോലീസ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടുകൂടിയാവണമെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. ഒറ്റപ്പാലം നഗരത്തിൽ ഇന്ന് പോലീസ് പരിശോധന ഊർജിതമാക്കും. ഇന്ന് ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 6 മണി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 2 മണി വരെ കർശനമായ പോലീസ് പരിശോധന ഉണ്ടായിരിക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കണ്ടെത്തി നടപടിയെടുക്കുക, പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തടയുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തി നടപടി സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ മുൻകൂട്ടി തന്നെ കരുതൽ തടങ്കലിൽ വയ്ക്കും. ഒറ്റപ്പാലം ടൗൺ, ലക്കിടി പേരൂർ, അമ്പലപ്പാറ, വാണിയംകുളം, കോതക്കുറിശി, പത്തിരിപ്പാല, വാരോട്, മുരിക്കൻപറ്റ, കടമ്പൂർ, വേങ്ങശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പോലീസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുള്ളത്. 4 ജീപ്പും 6 ബൈക്കുകളിലുമായാണ് ന്യൂ ഇയർ തലേന്ന് പോലീസ് റൗണ്ട് ചുറ്റുന്നത്. നിർദ്ദേശിച്ച സമയത്ത് തന്നെ ബാറുകളും ബീവറേജസ് ഔട്ട്ലെറ്റുകളും അടയ്ക്കണമെന്നും ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. പാലപ്പുറം NSS കരയോഗത്തിൽ നാരായണീയ പാരായണ മഹോത്സവം നടന്നു. ധനുമാസരാവുകളെ ആത്മീയ ചൈതന്യം നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പാലപ്പുറം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണ മഹോത്സവം സംഘടിപ്പിച്ചു. പാലപ്പുറം NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കരയോഗം സെക്രട്ടറി ആട്ടീരി സേതുമാധവനും തടത്തിൽ ശിവരാമൻ നായരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പാലപ്പുറം NSS കരയോഗത്തിൻ്റെ 50ാമത്തെ വർഷമാണിത്. 50ാമത്തെ വർഷത്തിൽ നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ഇതുമാതിരിയുള്ള നാരായണീയം മാതിരിയുള്ള പരിപാടികൾ നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ്. ഇപ്പോൾ കരയോഗമുണ്ട്, ഇവിടെ വനിതാ സമാജമുണ്ട്, ബാലസമാജമുണ്ട്. എല്ലാത്തിൻ്റെയും പരിപാടികൾ ഓരോ മാസത്തിൽ ഒന്നെങ്കിലും എന്നുള്ള രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത് നാരായണീയ പാരായണമാണ്. 60ഓളം സ്ത്രീജനങ്ങൾ അതിൽ പങ്കെടുക്കുന്നു. അടുത്ത തലമുറയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ താല്പര്യം. അതിന് എല്ലാവിധ സഹകരണങ്ങളും എല്ലാ സമുദായ അംഗങ്ങളിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വനിതാ സമാജം പ്രസിഡന്റ് പാർവതി, സെക്രട്ടറി മീനാക്ഷി കുട്ടിയമ്മ, സിന്ധു, ലക്ഷ്മി ദേവി എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ 7 മണി മുതൽ നാരായണീയ പാരായണം നടന്നു. വൈകുന്നേരം തിരുവാതിരക്കളിയോടുകൂടി നാരായണീയ പാരായണത്തിന് സമാപനമായി. കരയോഗം പ്രസിഡന്റ് ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ് ശിവദാസ മേനോൻ, ഗജാഞ്ചി കുശലൻ, കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ബാബു, KT രാധാകൃഷ്ണൻ, മുരളീധരൻ, നാരായണൻ നായർ, കൃഷ്ണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. കരയോഗാംഗങ്ങളായ നിരവധി പേർ പാരായണീയ മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാനെത്തി. തെളിമ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ റേഷൻ കടകളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടിയിൽ നിന്ന് ലഭിച്ചത് 1024 പരാതികൾ. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതി പ്രകാരം ജില്ലയിൽ കൂടുതലായി ലഭിച്ചത് തെറ്റിദ്ധരുത്താനുള്ള പരാതികൾ. ജില്ലയിലെ റേഷൻ കടകളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടികളിൽ നിന്ന് ഒരു മാസം ലഭിച്ച 1024 പരാതികളിൽ
611 പരാതികളും പേരുൾപ്പെടെയുള്ളവ തിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ പദ്ധതി പൊതുജനങ്ങൾ കാര്യമായി ഉപയോഗിച്ചില്ലെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിൽ 935 റേഷൻ കടകളാണുള്ളത്. ഇത്രയും കടകളിൽ നിന്നാണ് 1024 പരാതികൾ ലഭിച്ചത്. പല റേഷൻ കടകളിലെ പരാതിപ്പെട്ടികളും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെയാണ് പരാതിപ്പെടാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയത്. ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് ഒറ്റപ്പാലം താലൂക്കിലാണ്. 266 പരാതികളാണ് ലഭിച്ചത്. മുൻഗണനാ വിഭാഗത്തിന് അർഹരായിട്ടും പൊതുവിഭാഗത്തിൽ തുടരുന്നവരുടെ നിരവധി പരാതികളും പെട്ടികളിലുണ്ട്. 392 പേരാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. ഇവരുടെ പരാതികളിൽ സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തും. വരുമാനവും ആസ്തിയും ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാകും പരിഗണിക്കുക. തുടർന്ന് മുൻഗണനാ വിഭാഗത്തിലെ അനർഹരെ കണ്ടെത്തി അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയ ശേഷം വരുന്ന ഒഴിവുകളിലേക്കാണ് പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുക. മുൻഗണനാ വിഭാഗത്തിൽ ചിലർ അനർഹരായി ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് കാണിച്ച് 16 പരാതികളും വിവിധ റേഷൻ കടകളിലെത്തി. ഈ പരാതികളിലും അന്വേഷണം നടക്കും. അനർഹരാണെന്ന് കണ്ടെത്തിയാൽ ഇതുവരെ കൈപ്പറ്റിയ റേഷൻ സാധനങ്ങളുടെ വിപണി വിലയും പിഴയും ഈടാക്കിയ ശേഷം പൊതുവിഭാഗത്തിലേക്ക് മാറ്റുമെന്നും അധികൃതർ പറയുന്നു. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ഷോളയൂരിൽ ഭക്ഷ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന നടന്നു. ഷോളയൂർ ഗ്രാമപഞ്ചായത്തിലെ ആനക്കട്ടി, ഷോളയൂർ, കോട്ടത്തറ പ്രദേശങ്ങളിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തി. ആകെ 48 വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ചതിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ 4 എണ്ണത്തിന് നോട്ടീസ് നൽകി. അടിയന്തരമായി വൃത്തിയാക്കി സൂക്ഷിക്കാനും നിർദ്ദേശം നൽകി. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പുകയില പാടില്ല എന്ന ബോർഡ് പ്രദർശിപ്പിക്കാത്ത കടകളിൽ നിന്നും പിഴ ഈടാക്കി. കാലാവധി രേഖപ്പെടുത്താത്ത ഭക്ഷ്യസാധനങ്ങൾ വ്യാപകമായി വിതരണം ചെയ്യുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയെന്നും വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ SS കാളിസ്വാമി അറിയിച്ചു. പരിശോധനയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജിമോൻ, രഞ്ജിത്ത്, ഗോപകുമാർ, നീതു, S രവി, ഉമ അനൂപ്, ഡ്രൈവർ ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കടിയിലെ കരിയാട്ടിൽ കോളനി വികസന പ്രവർത്തനോദ്ഘാടനം നടന്നു. കരിയാട്ടിൽ കോളനി വികസന പ്രവർത്തനോദ്ഘാടനം നടന്നു. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കടിയിരി ഗ്രാമപഞ്ചായത്തിലെ കരിയാട്ടിൽ കോളനി വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. 1 കോടി രൂപ ചെലവിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് കരിയാട്ടിൽ കോളനിയിൽ നടത്തുക. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, തൃക്കടിയിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ, വാർഡംഗം K. അബ്ബാസ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, നിർവഹണ ഏജൻസിയായ KEL പ്രോജക്ട് മാനേജർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുമുണ്ടശ്ശേരി UP സ്കൂളിൽ പോഷകാഹാര പ്രദർശനമേള നടന്നു. നാട്ടുരുചികളുമായി കൂട്ടുകൂടു, ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശ പ്രചരണാർത്ഥം ചെറുമുണ്ടശ്ശേരി UP സ്കൂളിൽ രുചിക്കൂട്ട് എന്ന പേരിൽ നാടൻ വിഭവങ്ങളുടെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ കിണ്ണത്തപ്പം, പൂവട, ഗോതമ്പയിലേട, റാഗിപ്പുട്ട്, മുട്ടപ്പാലട, ഓമക്കായ, എരിശ്ശേരി, പുളിയിഞ്ചി, പാൽപ്പായസം, പാലടപ്പായസം, ബിസ്ക്കറ്റപ്പം, പത്തിരി, സ്പോഞ്ച് കേക്ക്, ശർക്കര വരട്ടി, ചക്കവറവ്,
ഉണ്ണിയപ്പം, വട്ടപ്പത്തിരി, പഴംപൊരി, പരിപ്പുവട, ഗോതമ്പ് നൂൽപുട്ട്, പപ്പടവട, ഇടിച്ചക്ക, കട്ട്ലറ്റ് തുടങ്ങി 100-ലധികം വ്യത്യസ്ത വിഭവങ്ങളാണ് ഒരുക്കിയത്. കുട്ടികൾക്ക് രുചിച്ചു നോക്കാനും അവസരം നൽകി. പ്രധാനാധ്യാപിക KA സീതാലക്ഷ്മി, ശാസ്ത്ര ക്ലബ് കൺവീനർ N അച്യുതാനന്ദൻ, K മഞ്ജു, BP ഗീത, CP ജലജ, N ജിജി, CP മുഹമ്മദ് മൻസൂർ, KU റിസ്ല എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രുചിക്കൂട്ട് എന്നാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ പേര്. നാട്ടുരുചികളുമായി കൂട്ടുകൂടാം, ആരോഗ്യം സംരക്ഷിക്കാം എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം മായം കലർന്നിരിക്കും, മാത്രമല്ല വിഷാംശവും കലർന്നിരിക്കും. അതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടും. ഇന്നിപ്പോൾ പത്രത്തിലെ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്, മായം കലരാത്ത ഭക്ഷണമാണ്, വിഷവിമുക്തമായ ഭക്ഷണമാണ്. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരും പുറത്തു നിന്നുള്ള ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കുക, കഴിയുന്നതും നമ്മുടെ വീട്ടിൽ തന്നെ ആരോഗ്യപരമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുക. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ കാര്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രുചിക്കൂട്ട് എന്ന പേരിൽ നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ കുട്ടികളെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിയുന്നത് ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രുചികരമായ നാടൻ ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് മാത്രമേ നമ്മുടെ ആരോഗ്യം നന്നാവുകയുള്ളൂ. നമ്മുടെ ആരോഗ്യത്തോടെ, ആരോഗ്യമുള്ള മനസ്സോടെയും ആരോഗ്യമുള്ള ശരീരത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക, വീട്ടിലെ ഭക്ഷണം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യില്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കലണ്ടർ പ്രകാശനം ചെയ്തു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മിറർ എന്ന സന്നദ്ധ സംഘടന നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിൽ ഒന്നായ വാർഷിക കലണ്ടറിന്റെ പ്രകാശനം പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് നിർവഹിച്ചു. DPR തയ്യാറാക്കാതെ പ്രഥമ വിവരം തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മളുടെ ജലജീവൻ മിഷനിൽ 9 വാർഡുകളിൽ എന്താണ് നടത്താൻ പോകുന്നത്, എങ്ങനെയാണ് നടത്താൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചും വിശദമായ പഠന റിപ്പോർട്ട് അവതരിപ്പിച്ച ആക്ഷൻ പ്ലാൻ 1-ാം തീയതി അതിൽക്കാട് സ്കൂളിൽ വെച്ച് പ്രകാശനം ചെയ്യും. വൈസ് പ്രസിഡന്റ് CM വസന്തകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, മല്ലിക, വാർഡ് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, പഞ്ചായത്ത് അസിസ്റ്റന്റ് K വിനീത്, സെക്രട്ടറി N നിഷ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം NSS കോളേജിൽ സ്ത്രീ ശാക്തീകരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കോളേജ് യൂണിയന്റെയും കോളേജ് വിമൻസ് സെല്ലിന്റെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ അംഗവും മാർഷ്യൽ ആർട്സ് വിദഗ്ധനുമായ ദേവൻ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി. 100ഓളം വിദ്യാർത്ഥിനികൾ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K സജീവ് വർക്ക്ഷോപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ രാഹുൽ V കുമാർ സ്വാഗതം പറഞ്ഞു. കോളേജ് വിമൻസ് സെൽ കൺവീനർ ദീപ്തി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യക്ഷ ഡോക്ടർ മായ, യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ പ്രശാന്ത്, ആർട്സ് ക്ലബ് അഡ്വൈസർ വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു.
യൂണിയൻ ചെയർപേഴ്സൺ ആതിര ചടങ്ങിന് നന്ദി അറിയിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ജനജാഗ്രതാ സമിതി യോഗം ചേർന്നു. സംസ്ഥാനത്ത് ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോടതി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്ന സംസ്ഥാന സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മങ്കര ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലും പൊതുസ്ഥലത്തെ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത തടയാനായി ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി 14 വാർഡുകളിലും ജനജാഗ്രതാ സമിതികളുടെ യോഗം നടക്കുകയും ആ യോഗങ്ങളിൽ പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന പ്രദേശം തിരിച്ചറിയുകയും ആ പ്രദേശങ്ങളിൽ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും കുടുംബശ്രീകളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണത്തോടെ മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികൾക്കും മങ്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പൊതുജനങ്ങൾ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയാതെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ച ശേഷം ഹരിതകർമ്മ സേനാംഗങ്ങളെ ഏൽപ്പിക്കണമെന്ന് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. സംസ്ഥാനത്തെ ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തിന്റെ ഭാഗമായി കോടതി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ദ്രുതഗതിയിൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ പഞ്ചായത്തുകളെ ഏൽപ്പിച്ചിരുന്നു. ആയതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലായി മങ്കര ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലും ജനജാഗ്രതാ സമിതികളുടെ യോഗം നടക്കുകയും ആ യോഗങ്ങളിൽ വെച്ച് മാലിന്യം പൊതുസ്ഥലങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ വാർഡ് മെമ്പറുടെയും ആശാ വർക്കർമാരുടെയും ഹരിത കർമ്മസേന അംഗങ്ങളുടെയും കുടുംബശ്രീകളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണത്തോടുകൂടി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീവ്രയജ്ഞ പരിപാടിക്ക് മങ്കര ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പല വാർഡുകളിലും അത് നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്നുണ്ട്. ഇന്ന് 4-ാം വാർഡിലെ പ്രദേശങ്ങളിൽ SNDP ഹാളിന് സമീപം മിനി MCF വെച്ചതിൻ്റെ 4 പുറം ആളുകൾ ഈ വേസ്റ്റ് കൊണ്ടുവിടുന്ന ഒരു പ്രവണത നിലനിൽക്കുകയാണ്. അതിൻ്റെ പരിസരവും അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പരിപാടിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ ഹരിതകർമ്മസേനയുടെ അംഗങ്ങളായിട്ടുള്ള ദീപ, അതുപോലെ തന്നെ CDS ആയിട്ടുള്ള കൃഷ്ണകുമാരി, ADS അംഗങ്ങളായിട്ടുള്ള രാധ, റഹ്മത്ത്, പ്രജില, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൽ നിന്ന് നിമേഷ്, അതുപോലെ നോഡൽ ഓഫീസറായിട്ടുള്ള VEO ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി അവർ നല്ല രീതിയിൽ നീക്കം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങളോട് ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഈ മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയാതെ അത് വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുകയും ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ വരുമ്പോൾ അത് അവരെ ഏൽപ്പിക്കണം എന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ വിവരങ്ങൾ കൈമാറണമെന്ന് വിവരാവകാശ കമ്മീഷണർ. പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ വിവരങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾക്കാണെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ് പാലക്കാട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ഹിയറിംഗിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാന നയങ്ങൾ രൂപീകരിക്കുമ്പോഴും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും എല്ലാ പ്രസക്ത വസ്തുതകളും പ്രസിദ്ധീകരിക്കണം. ഇത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കമ്മീഷൻ പരിശോധിക്കും. വിവരം നൽകുന്നതിൽ കാലതാമസം വരുത്തുകയോ അപൂർണവും അവ്യക്തവുമായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കും. ജനങ്ങൾക്ക് സമയബന്ധിതമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൽ വിട്ടുവീഴ്ച വരുത്തുന്ന മേധാവികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 20 കേസുകളാണ് കമ്മീഷൻ പരിഗണിച്ചത്. ഇതിൽ 19 എണ്ണം തീർപ്പാക്കി. റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളാണ് പരിഗണിച്ചത്. ചരിത്രത്തിൽ ഇന്ന് VP മേനോൻ ഓർമ്മ ദിനം. ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന VP മേനോൻ. വിഭിന്ന ഭരണവ്യവസ്ഥകളാൽ വൈചിത്രപൂർണമായിരുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ മതത്തിലും പരമ്പരാവകാശത്തിലും യുദ്ധത്തിന്റെ ബലതന്ത്രത്തിലും സംസ്കാര തനിമകളിലും ചിലപ്പോൾ ഭാഗ്യത്തിലും അധിഷ്ഠിതങ്ങളായി നിലനിന്ന വിഭിന്ന നാട്ടുരാജ്യങ്ങളെ സൈനിക നടപടികൾ കൂടാതെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചെടുക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രാപ്തനാക്കിയത് VP മേനോന്റെ ഉപദേശവും സഹായവുമാണ്. ഇന്ത്യയുടെ അവസാന വൈസ്രോയായിരുന്ന ലൂയി മൗണ്ട് ബാറ്റന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു VP മേനോൻ. 1947 വിഭജനത്തിനു ശേഷം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായി മാറിയ സർദാർ പട്ടേൽ VP മേനോനെ സെക്രട്ടറിയാക്കി. ഇടക്കാല ഗവൺമെന്റിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബലപരീക്ഷണത്തിനിടയിലാണ് ഇന്ത്യയിൽ നിന്നും വേറിട്ടൊരു സ്വതന്ത്ര രാജ്യവും
വേണമെന്നുള്ള ആവശ്യം മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ മൗണ്ട് ബാറ്റൻ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരോട് VP മേനോൻ ശുപാർശ ചെയ്യുന്നത്. മൗണ്ട് ബാറ്റന്റെ ആദ്യ ഇന്ത്യ വിഭജന പദ്ധതി നെഹ്റു ശക്തമായി നിരാകരിച്ചതിനെ തുടർന്നുണ്ടാക്കിയ പുതിയ പദ്ധതിയുടെ കരട് രൂപം ആദ്യം തയ്യാറാക്കിയത് VP മേനോനാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം സർദാർ പട്ടേൽ കൈകാര്യം ചെയ്ത മന്ത്രാലയത്തിൽ മേനോൻ സെക്രട്ടറിയായി തീർന്നു. മേനോന്റെ ബുദ്ധിവൈഭവവും കഠിനാധ്വാനവും പട്ടേലിനെ വശീകരിച്ചു. ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കാൻ പട്ടേലിനോടൊപ്പം അദ്ദേഹം അഹോരാത്രം അധ്വാനം ചെയ്തു. രജപുത്താന, കശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് തുടങ്ങി നിരവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ VP മേനോൻ മുഖ്യ പങ്കുവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.